yours truly Shilpa Bala. അപ്പോൾ ഈ വീഡിയോ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഒരുപാട് പേര് പേഴ്സണലി വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൺസേണും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്തൊരു വീഡിയോൻ്റെ താഴെ ഞാനിത് ഒരു 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് പോയി കാണാമെന്ന്. പക്ഷേ മേ ബി ഐ തിങ്ക് അതിനൊരു അപ്ഗ്രേഡ് ചെയ്യേണ്ട ടൈമായി. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കണ്ടീഷൻ എന്താ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സമയമായി. എനിക്ക് ആക്ച്വലി ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയ അത്രയും നമ്പർ ഓഫ് മെസ്സേജസ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ഇതിനകത്ത് കാണിക്കാമെന്നുള്ളതാണ്. പക്ഷേ അത് വേണ്ട, ബിക്കോസ് അത് വളരെ വളരെ പേഴ്സണലായിട്ട് അയച്ചിരിക്കുന്ന മെസ്സേജസ് ആയതുകൊണ്ട് ബ്ലർ ചെയ്താലും എൻ്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു വിഷമം വരും, അത് ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അവർക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും അവരുടെ കസിൻസിനോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ ഈവൻ മക്കൾക്ക്. എനിക്ക് ഒരു ഓൾമോസ്റ്റ് 50 year old ആയിട്ടുള്ള ഒരു ആൻറ്റിയുടെ മകന് ഈ ഇഷ്യൂ കുറേ വർഷങ്ങളായിട്ട് സഫർ ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പേര് അയച്ചതുകൊണ്ട് മാത്രം ഇനിയിപ്പം എൻ്റെ അടുത്ത് ഈ കാര്യം പറയാൻ മടിക്കുന്നവർക്കും കൂടെ ചേർത്തിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന്. റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ എനിക്കെൻ്റെ പേരൊന്നും അറിയത്തില്ല, അത് ജസ്റ്റ് ഒരു ലംബ് പോലെ വന്നതാണ്, അങ്ങനെ സർജിക്കലി റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ ആകെ മൊത്തം സഫർ ചെയ്യാണ്, ഹീലായിട്ടില്ല, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു ഇതൊക്കെയാണോ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർ അപ്പോൾ എന്താ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഈ പേരാന്ന് പറഞ്ഞില്ല, സർജിക്കലി റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോൾ അത്രേ എനിക്ക് അറിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ചിലവർക്ക് അവർ സഫർ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ എന്താ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെയാണ് ഇതിന് എന്താ പറയുക ഇത് ഈ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ സർജിക്കലി ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് അറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിചാരിക്കണം ഇതൊരു നോർമൽ സിനാരിയോ ആണ്, സോ ഇത് പെട്ടെന്ന് ഹീൽ ചെയ്യുന്ന കാര്യം അവരും എക്സ്പ്ലെയിൻ ചെയ്യാത്തതും ആവാം. പക്ഷേ എന്നെ പോലത്തെ ഒരാൾക്ക് ഹൂ ഹാസ് ബീൻ ഗോയിങ് ത്രൂ ദിസ് സിൻസ് മോർ ദൻ 8 years നൗ, തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഞാനത് വായിച്ച് മനസ്സിലാക്കി അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് ഹൈഡ്രനൈറ്റിസ് സപ്പോർട്ടേവ. അപ്പം ഇത് ഞാൻ അതിൻ്റെ ബേസിക്സ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസിക്ക് ശേഷമാണ് ഹൈഡ്രനൈറ്റിസിൻ്റെ ഏറ്റവും ആദ്യത്തെ ലീഷൻ ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഡ്യൂറിങ് പ്രഗ്നൻസി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അത്ര ഓർമ്മയില്ല, കാരണം നമ്മുടെ ഫോക്കസ് വേറെ കുറേ കാര്യങ്ങളിലേക്ക്. ബിക്കോസ് ഞാനൊരു 7 months നോസിയേറ്റിംഗ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഫുഡ് എവേർഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് വേറെ കാര്യങ്ങളാണ്. എനിക്ക് ആ സമയത്തും നോൺ വെജിനോട് അത്ര താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഡെലിവറിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ജിപ്മർ പോണ്ടിച്ചേരിയിലായിരുന്നു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ മുമ്പ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ്സ് എ കണ്ടീഷൻ, ഫോളിക്കുലർ ഒക്ലൂഷൻ ട്രയാഡ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ഹൈഡ്രനൈറ്റിസ് സപ്പോർട്ടേവ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള അവരുടെ അടുത്ത് ഞാൻ പറയുവാണെങ്കിൽ ഇത് ഒരു കണ്ടീഷൻ സ്റ്റാർട്ട്സ് ഫ്രം ബേസ്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പൈലോനറ്റൽ സൈനസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെയിൽ ബോണിൽ, നമ്മുടെ ബാക്കിലുള്ള ബട്ടോക്സിൻ്റെ ടെയിൽ ബോണിൻ്റെ അവിടെ വരുന്ന ഒരു ലീഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കാം ഈ ഒരു പ്രോബ്ലം. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഈ ഡൈസെക്റ്റിംഗ് സെല്ലുലൈറ്റിസ് ഓഫ് ദ സ്കാൾപ്പ്, അതായത് അത് ഭയങ്കര ഭീകര വേർഷനാണ്, പക്ഷെ അതിൻ്റെ ഒരു ലൈറ്റ് വേർഷനായിട്ട് നമുക്ക് നമ്മുടെ സ്കാൾപ്പ് ഡ്രൈ ആയിട്ട് ഈ മറ്റേ സ്കെയിൽ ചെയ്ത് നമ്മുടെ സ്കാൾപ്പ് ഒന്ന് നമുക്ക് ഫംഗസ് പോലെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരും. അത് ഡാൻഡ്രഫ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തെറ്റിദ്ധരിച്ച് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് പലരും തിരിക്കും, ഡാൻഡ്രഫ് ഷാംപൂസും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൽ നിന്നൊന്നും കൺട്രോൾ ആവത്തില്ല, ബിക്കോസ് നമുക്കത് മനസ്സിലാവത്തില്ല ഇത് ഡാൻഡ്രഫ് ആണോ അതോ സ്കെയിലിംഗ് ആണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് റോങ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം. മൂന്നാമത്തെ കാര്യം ഇസ് ആക്നെ. അപ്പം ആക്നെ സാധാരണ രീതിയിൽ 13 വയസ്സ് മുതൽ എല്ലാവർക്കും പിമ്പിൾസ് ഡെവലപ്പ് ചെയ്യാം, ചില ഒരു പ്രൊഡക്ട്സ് കാരണമായിരിക്കാം, ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ച് അതാണ് നോർമൽ സിനാരിയോയിൽ അങ്ങനെയാണ് പിമ്പിൾസ് വരുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ആ ആക്നെ കുറച്ചും കൂടി ജാസ്തി ഉണ്ടാവും. നമ്മുടെ ഫേസിൽ, ഇയറിൻ്റെ ബാക്കിൽ, നെക്കിൽ, ഇങ്ങനത്തെ പല ഏരിയാസിലും, പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റിൻ്റെ ഏരിയാസിൻ്റെ അവിടെ കുഞ്ഞായിട്ട് വരും, ബാക്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 4 പെർട്ടിക്കുലർ, പിന്നെ ഹൈഡ്രനൈറ്റിസ് സപ്പോർട്ടേവ, ഈ 4 പെർട്ടിക്കുലർ സിംറ്റംസ് ആണ് ഈ ഫോളിക്കുലർ ഒക്ലൂഷനിൽ നമ്മൾ സാധാരണ കാണുക. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എനിക്കൊരു 5 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം
പൈലോനെറ്റിൽ വന്നു, അതിൻ്റെ സർജറി കഴിഞ്ഞു, അതങ്ങനെ പോയി. എന്താ പറയുക, ഒരു സ്കെയിലിംഗ് പോലത്തെ ഒരു കാര്യം കാണുന്നു, അതിന് ഞാൻ വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡാൻഡ്രഫ് മെഡിക്കേഷൻ ഇടുന്നു, ഓവർനൈറ്റ് വെച്ചിട്ട് പിന്നെ കളയുന്നു, പിന്നെ അത് ഓക്കെ ആവും. അപ്പോൾ നാച്ചുറലി അത് വീണ്ടും പിന്നെ വരുമ്പോൾ വീണ്ടും അതേ ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ വന്നത് ഈ HS വന്നതിന് ശേഷമാണ്. സോ ആദ്യമൊക്കെ ഒരു ആൻറ്റിബയോട്ടിക്സിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിഫാംബസിനും ഡോക്സിയും ഒക്കെ ആയിട്ട് ഒരുപാട് മെഡിക്കേഷൻ. അതിൽ ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഫുഡിൽ കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റിംഗ് വരും, അല്ലെങ്കിൽ നോസിയ ഭയങ്കര കോമൺ ആയിരുന്നു, അല്ലെങ്കിൽ ഫറ്റീഗ്. അതായത് ഒരു ഷൂട്ടിന് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേന് തന്നെ ഞാൻ ടയേർഡായി പോകും, കാരണം ആ മെഡിക്കേഷൻ അത്രയും എന്നെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ അസുഖത്തിൻ്റെ ഒരു ഇതല്ലേ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് വിടും. അപ്പോൾ ഫസ്റ്റ് ഒരു ലംപ് വന്ന സമയത്ത് നമ്മൾ ആ മെഡിക്കേഷനിലൂടെ ആ ലംപിനെ നമ്മൾ സബ്സൈഡ് ചെയ്യും, പിന്നെ അതങ്ങോട്ട് കുറയും. പക്ഷെ ആ മെഡിക്കേഷൻ ഞാൻ എന്ന് നിർത്തുന്നോ വിതിൻ 1 month എനിക്ക് വീണ്ടും അത് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ വരവ് ഒരെണ്ണമായിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഡബിൾ ആയിട്ട് വരും, ചിലപ്പോൾ ട്രിപ്പിൾ ആയിട്ട് വരും. അപ്പോൾ ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് വളരെയധികം പെയിൻഫുൾ ആവാൻ തുടങ്ങി. കാരണം കുട്ടി കയ്യിൽ തട്ടും, കയ്യിൽ കിടന്നുറങ്ങും. അല്ലെങ്കിൽ എനിക്കൊരു സമയം ഉണ്ടായിട്ടുണ്ട്, മോള് 1.5 വയസ്സായിരുന്നപ്പം ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങനെയായിരുന്നു നടക്കണ്ടായിരുന്നത്, എനിക്ക് കൈ ചേർത്ത് വെക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ. അപ്പോൾ അപ്പോഴും ഞാൻ എന്താണ് കൺസ്യൂം ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻഡ് അത് റപ്ചർ ചെയ്തു ഒരു ദിവസം ലിറ്ററലി എൻ്റെ ഏകദേശം ഈ ഒരു വലുപ്പം ഉണ്ടായിരുന്ന ആ ലംപ് റപ്ചർ ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് ലിറ്ററലി ഐ കുഡ് സീ ബ്ലഡ്, ടിഷ്യൂസ്, എവറിത്തിങ്. ആൻഡ് ഇറ്റ് വാസ് ദ വേർസ്റ്റ് സൈറ്റ് ഐ എവർ കെയിം അക്രോസ്. അതായത് എൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എനിക്ക് ഔട്ട്ഫിറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു സിവിയറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് കടന്നു പോകുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, നമുക്കൊരു ലോഞ്ചറി ഇടാൻ പറ്റുന്നില്ല, നമുക്ക് മുടി ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള മെൻ്റൽ ട്രോമ അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെ കടന്നു വരുന്നത്. എസ്പെഷ്യലി ആ ടൈമിൽ ബേബിയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ കാര്യമൊക്കെ കൂടി മാനേജ് ചെയ്യാനും ഒക്കെ ഇറ്റ് എഫക്ട്സ് യു സോ മച്ച്. സോ ഐ ഡിസൈഡഡ് ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല, ഹാർഡ് കോർ മെഡിക്കേഷനിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി വിഷൻ എന്താ പറയുക, അലോപ്പത്തി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ആള് റിസർച്ച് ചെയ്ത് വന്ന് ഇന്ന കാര്യം ഇതാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ അത് ബെറ്റർ പറയുമ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്യും. ഓഫ്കോഴ്സ് ഐ വാസ് ബ്ലെസ്ഡ് ദാറ്റ് വേ. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ വീണ്ടും അത് വരാൻ തുടങ്ങിയതിന് ശേഷം ഡോക്ടർ സജസ്റ്റഡ്, ഇത് കണ്ണൂരിൽ നിന്നായിരുന്നു, ഡോക്ടർ സജസ്റ്റഡ് സർജറി. അങ്ങനെയാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഫസ്റ്റായിട്ട് നമ്മൾ HS-ന് വേണ്ടി സർജറി ചെയ്യുന്നത്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് പോർഷൻ എങ്ങനെ ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് HS-ന്. അതായത് 2 പെർട്ടിക്കുലർ ഏരിയാസ്, അതായത് ജോയിൻസിൽ, പ്രത്യേകിച്ചും നമ്മുടെ ആംപിറ്റ്സിലാണെങ്കിലും നമ്മുടെ അബ്ഡോമിൻ്റെയും ബട്ടോക്സിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഒരു ജോയിൻസിൻ്റെ, അതായത് ഏറ്റവും കൂടുതൽ വേർപ്പ് തട്ടുന്ന ജോയിൻ ചെയ്ത് റബ്ബ് ചെയ്യുന്ന ഏരിയാസിൽ അവിടെ വരുന്ന ഈ ഹെയർ തമ്മിൽ വരുന്ന ഒരു ഹെയർ ഫോളിക്യൂൾസ് ബ്ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ എന്താണ് സൊല്യൂഷൻ, എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആവുന്നതെന്നുള്ളത് ഇപ്പോഴും റിസർച്ചിൽ പറയുന്നില്ല. ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഒരുപാട് നാൾ ഒരുമിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്, അല്ലെങ്കിൽ അതിനൊരു ചിലപ്പം റിക്കർ ചെയ്യാതെ ഇരിക്കാം. ഇങ്ങനെയാണ് മിക്ക ഡോക്ടേഴ്സും പറയാം. മേ ബി ഇറ്റ് വുഡൻറ്റ് റിക്കർ. അപ്പം ഒരിക്കലും അതിന് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ചിലപ്പോൾ ഭാഗ്യവശാൽ നമുക്കിനി ഒരിക്കലും വരില്ല എന്നുള്ള സിറ്റുവേഷനും വരാമായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഉണ്ടായിരുന്നത്. എനിക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് നിരവധി തവണ ഇത് റിക്കർ ചെയ്തിരുന്നു. അപ്പം ഐസോട്രിറ്റിനോൺ പ്ലസ് വളരെ സ്ട്രോങ് ആയിട്ട് ആക്നിക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്ന ടാബ്ലറ്റ് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും ബോഡിയിൽ, ഒരുപാട് വെള്ളം കൺസ്യൂം ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പം മാരിഡ് വുമൺ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 1-2 വർഷത്തേക്ക് കൺസീവ് ചെയ്യാൻ പാടില്ല എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ആ മെഡിക്കേഷനകത്ത് വരും. അപ്പോൾ എനിക്ക് ആദ്യം ആക്നിക്ക് ആ മെഡിക്കേഷൻ വർക്ക് ചെയ്തെങ്കിലും HS-ന് ആ മെഡിക്കേഷൻ ഫുള്ളായി വർക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഐഡ് സേ യെസ്. ബിക്കോസ് എൻ്റെ ഡോക്ടർ പിന്നീട് കണ്ണൂരിലുള്ള ഡോക്ടർ സജസ്റ്റ് ചെയ്തത് സർജറി തന്നെയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സർജറി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. പക്ഷേ വീണ്ടും അത് വന്നു. വിതിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് തന്നെ ആ മുറിവ് ഹീലായ ഉടനെ അത് വീണ്ടും വന്നു.
അപ്പം ഒരുപാട് റിസർച്ചിൽ പറയുന്നത് ഇതിപ്പം ജനറ്റിക്കൽ ആവാം, അതൊന്ന്, ബട്ട് നോട്ട് ഷുവർ. ഹോർമോണൽ ആവാം, നോട്ട് ഷുവർ. ഇപ്പം അഗൈൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആവാം, നോട്ട് ഷുവർ. പിന്നെ വരുന്ന ഒരു കാര്യം, ചിലവർ പറയും സിഗരറ്റ് സ്മോക്കിംഗ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനത്തെ. പക്ഷേ ഇതിനൊന്നും ശരിക്കുള്ള പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാലും ഇറ്റ്സ് ലൈക്ക് എ വെരി വേഗ് ഇൻഫർമേഷൻ. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഹോർമോണൽ ഓർ ജനറ്റിക് ഓർ ലൈഫ് സ്റ്റൈൽ. ഇപ്പം നമ്മൾ ഒരുപാട് വേർക്കുമ്പോൾ നമ്മൾ സ്വെറ്റ് ഗ്ലാൻസിൽ വരുന്ന ഇൻഫെക്ഷൻ, ഇറ്റ് ഡിപ്പെൻസ്, വേരീസ് വിതിൻ പീപ്പിൾ. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാനൊരു ഷോൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മുടെ വേദന ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ബേസിക്കലി ഒന്ന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള നെറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ്, ഗൗണൊക്കെ നമ്മൾ ഇടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ലംപിൻ്റെ, അതായത് രാവിലെ മുതൽ രാത്രി വരെ ഇത്രയും ഹോട്ട് ലൈറ്റ്സിലും ആർക്ക് ലൈറ്റ്സിലൊക്കെ നിന്നുകൊണ്ട് സ്വെറ്റിംഗ് കൂടി 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 വരികയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടി ചെയ്യാന്നുള്ളതാണ് എൻ്റെ ജോലി. പക്ഷേ രാത്രി എന്നായപ്പോഴത്തേക്കും എല്ലാം നമ്മൾ വേറൊരു മോഡിലാണല്ലോ വർക്കിൻ്റെ ഒരു ഇതിൽ. രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ സെൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ സംഭവം എന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ ഞാനും എൻ്റെ സ്റ്റൈലിസ്റ്റും കൂടി നമ്മൾ ഔട്ട്ഫിറ്റ് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഔട്ട്ഫിറ്റ് ആ റപ്ചറായ എൻ്റെ പോർഷനിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഞാൻ ഒട്ടും അറിഞ്ഞിരുന്നില്ല ദാറ്റ് ദിസ് ഹാസ് ഓൾറെഡി റപ്ചേർഡ് ആൻഡ് ഐ വാസ് ബ്ലീഡിങ്. ആൻഡ് അതിൻ്റെ ഒരു എക്സ്ട്രീം കേസായിരുന്നു ഞാനന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് വി ഡിസൈഡഡ് ടു ഗോ ഫോർ ആൻറ്റിബയോട്ടിക്സ് അഗൈൻ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 6 to 8 months കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്ര നല്ല കാര്യമല്ല. പക്ഷേ വീണ്ടും അത് മറ്റേ കയ്യിലോട്ട് വന്നപ്പോൾ ഇറ്റ് വാസൻ വർക്കിംഗ് വിത്ത് ആൻറ്റിബയോട്ടിക്സ് എനിമോർ. ഒരു മെഡിക്കേഷനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്നെ മെൻ്റലി ഒരുപാട് അത് തളർത്തി. അതായത് വീട്ടിലെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, വെൻ വി ഡോണ്ട് ഹാവ് ഹെൽപ്പ്, വെൻ വി cannot really do anything, and there was a point where I couldn't take up work. എനിക്ക് ഒരു വർക്കിന് പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ട്രോമയായിരുന്നു. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വേർക്കില്ലേ, അത് അപ്പോൾ എൻ്റെ കയ്യിന് പ്രശ്നമാവില്ലേ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം വീണ്ടും നമ്മൾ ആൻറ്റിബയോട്ടിക്സിലോട്ട് സ്വിച്ച് ചെയ്തു. ബട്ട് അഗൈൻ ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. പിന്നെ ഐ ഹാഡ് ടു ഗോ ഫോർ മൈ 3rd സർജറി. ആക്ച്വലി ഫസ്റ്റ് സർജറി ഞാൻ പൈലോണറ്റിലായിട്ട് കണക്ട് ചെയ്യുവാണ്. പക്ഷേ ഈ 2 HS ശേഷം വീണ്ടും 2ാമത്തെ സർജറി ചെയ്തു. പക്ഷെ അന്ന് ഞാൻ പോയപ്പോഴത്തേനും ഡോക്ടർ എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് സർജറി നമുക്ക് വേണ്ട, നമുക്കിപ്പോൾ നോക്കാം. ബിക്കോസ് എവിടെ നിന്നാണ് എൻ്റെ ആ സൈനസൈറ്റിസ് എവിടെ നിന്നാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിരുന്നില്ല. ബിക്കോസ് ഫ്രം ദി ഔട്ട്സൈഡ് ഇറ്റ് ലുക്ക്ഡ് വെരി ഡീപ്പ്, ആസ് ഇൻ പുറത്തുനിന്ന് ഭയങ്കര ലംപ് കാണൂലെങ്കിലും ഉള്ളിൽ അത്യാവശ്യം നല്ല ലീഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ക്യാൻസൽ ചെയ്തിട്ട് കുറച്ചും കൂടി നാൾ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വീണ്ടും ആൻറ്റിബയോട്ടിക്സ് പോയി. പക്ഷേ അഗൈൻ അനദർ 3-4 months ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അങ്ങനെ ഫൈനലി ആ സർജറിയിലോട്ട് വീണ്ടും ഞാൻ പോയി. വീണ്ടും ആ സർജറി ചെയ്തതിന് ശേഷം ഹീൽ ചെയ്യാനുള്ളൊരു 10 ദിവസം തന്നെ എടുത്തു. കാരണം ജോയിൻസിൽ വരുമ്പോഴത്തേനും നമുക്ക് വേർപ്പ് അവിടെ വീണ്ടും വീണ്ടും വരുമ്പോൾ ഹീലിംഗ് എപ്പോഴും ടൈം എടുക്കും. അങ്ങനെ വിസിറ്റേഴ്സ് വർ നോട്ട് അലൗഡ് ഹോം. ആരെയും എനിക്ക് വരാനോ ഫേസ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. സോ പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുന്നത് ആയുർവേദയുടെ കാര്യം. വൈ നോട്ട് ട്രൈ ദാറ്റ്? അപ്പം നമ്മളൊരു അലോപ്പത്തി ഡോക്ടേഴ്സിൻ്റെ ഫാമിലിയിൽ ഉണ്ടാകുമ്പോൾ ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ ഒക്കെ ട്രൈ ചെയ്യാൻ നമ്മൾ ഭയങ്കരമായിട്ട് മടിക്കും. അത് ഇതിന് നമ്മളെ ബോഡിക്ക് സൂട്ടാവോ? ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു മനസ്സിൽ ഉഴിച്ചിൽ മറ്റേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കാം ആയുർവേദയ്ക്ക് ബെസ്റ്റ് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇനി എന്താ ട്രൈ ചെയ്യാൻ ബാക്കി? ഏകദേശം 8 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം. ഇനി വൈ നോട്ട് ട്രൈ? അത് സൈഡ് എഫക്ട്സ് ഇല്ല, ഹാംലെസ് ആണ്, ട്രൈ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫൈനലി ആയുർവേദയിലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഒരിക്കലും ഞാൻ അലോപ്പത്തി വർക്കായില്ല അതുകൊണ്ട് ആയുർവേദമാണ് ഈ ബെസ്റ്റ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ചിലപ്പം ഞാൻ ഇത്രയും നാൾ സർവൈവ് ചെയ്തതും എൻ്റെ അലോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് കാരണം തന്നെയാണ്. അത് അത്രയും എന്നെ ആശ്വാസം തൽക്കാലം എങ്കിലും എനിക്ക് കുറച്ച് സമയങ്ങളിൽ തന്നിട്ടുണ്ട്. പിന്നെ ആയുർവേദയിലോട്ട് സ്വിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ ഞാൻ ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത്, ഡോക്ടർ രശ്മി ചേച്ചി ആയിരുന്നു, ഖത്തറിലായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു പുതിയ ക്ലിനിക്ക് ആയുർവേദന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സർഗു ചേട്ടനാണ് റെക്കമെൻഡ് ചെയ്തത്, ആളുടെ സിസ്റ്റർ ഇൻ ലോ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഒബ്വിയസ്ലി എന്താ പറയുക, അലോപ്പത്തിയിൽ നിന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹോപ്സ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് മെയിനായിട്ടും ചേച്ചി പറഞ്ഞ കാര്യം, നമ്മൾ അലോപ്പത്തി കണ്ടിന്യൂ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 1 മാസത്തേക്ക് അലോപ്പത്തിയും ആയുർവേദം ഒരുമിച്ച് എടുത്ത് നോക്കുക. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് നിർത്തി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആ റിസൾട്ട് വരില്ല. സോ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു മേജർ കാര്യം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓബ്വിയസ്ലി നമ്മളൊരു പഥ്യം ഫോളോ ചെയ്യണം. അതിനകത്ത് വെജിറ്റേറിയൻ ഫുഡ് മാത്രം, പിന്നെ നമ്മൾക്ക് വേറെ കുറച്ച് എന്തും, ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ, എഗ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ഒന്നും നമ്മൾ കൺസ്യൂം ചെയ്യാനേ പാടില്ല എന്നുള്ളത്. പിന്നെ അതിൻ്റെ കഷായങ്ങൾ നിരവധിയുണ്ട്, ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം പിന്നെ അപ്ലൈ ചെയ്യാൻ ഉള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെ. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ആയതുകൊണ്ടും വർക്കുകളൊന്നും ചെയ്യാത്ത സമയമായതുകൊണ്ട് എനിക്ക് അതിനുള്ള ഇഷ്ടം പോലെ സമയം എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നു കഴിഞ്ഞ വർഷം. അങ്ങനെ ഞാൻ സ്ട്രിക്ട്ലി ആയുർവേദ ഫോളോ ചെയ്തു. ഒരു രീതിയിലും നോൺ വെജിറ്റേറിയൻ കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം പതുക്കെ ഞാൻ അലോപ്പത്തി കുറഞ്ഞു, ആയുർവേദ മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്തു. ആൻഡ് സർപ്രൈസിംഗ്ലി എനിക്ക് അതിന് ശേഷം ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഓക്കെ വല്ലപ്പോഴും ഒക്കെ യു കെൻ ഈറ്റ് ഫിഷ് കഴിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ കൺസംഷൻ കുറയ്ക്കുക, ചിക്കൻ എപ്പോഴെങ്കിലും ഒരിക്കുക, പക്ഷേ അത് നമ്മുടെ ബോഡിയെ ഇത് ആയുർവേദമായിട്ട് പോയില്ല, അപ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്യാനേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ 1-2 അവസ്ഥകൾ വെൻ വെജിറ്റേറിയൻ വാസ് നോട്ട് അവൈലബിൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ദിവസം ഞാൻ ആയുർവേദ കഴിക്കത്തില്ല. അത് എൻ്റെ ഉള്ളിൽ ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് വെച്ചാൽ കഴിക്കാറില്ല. പക്ഷെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ദുബായിലിരിക്കുമ്പം രാത്രി എഗ്ഗിൻ്റെ കുറേ ഡിഷസ് വന്നു. അപ്പോൾ എഗ്സ് എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ബുൾസേ കഴിക്കാമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എണീക്കുന്നത്. അത്രയും eggs are my favorite thing to consume. അപ്പോൾ എഗ്സ് കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഗ്ഗ് അങ്ങ് കൺസ്യൂം ചെയ്തു അന്ന് രാത്രി. യു വുഡൻറ്റ് ബിലീവ്, വിതിൻ a couple of hours എനിക്ക് എന്തോ പ്രോബ്ലം ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അവിടെ ലീഷൻസ് വരുന്ന പോലെ തോന്നാൻ തുടങ്ങി. പിന്നെ ഞാൻ വെച്ചാൽ എൻ്റെ മൈൻഡിൻ്റെ ആയിരിക്കും. ഐ വെയിറ്റഡ്, നെക്സ്റ്റ് ഡേ there comes a lump after so many months. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് നമ്മുടെ ഫുഡിൻ്റെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയും ഒക്കെ കാരണങ്ങളും ഇതിനകത്ത് പെടും എന്നുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ആൻറ്റിബയോട്ടിക്സ് 5 ദിവസം എടുത്തു. കാരണം സഡൻ റിസൾട്ട് നമുക്ക് എപ്പോഴും ആൻറ്റിബയോട്ടിക്സ് ആണ് തരിക. അപ്പോൾ എനിക്കൊരു ഈവൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ പ്രശ്നമാവരുതെന്ന് വെച്ചിട്ട് അതിലേക്ക് സ്വിച്ച് ചെയ്തു. ഫൈനലി അത് പോയി. ആൻഡ് നൗ ഐ ഹവ് ഗിവൺ അപ്പ് എഗ്സ് ഫോർ ലൈഫ്. അതായത് ഒരു ഓംലെറ്റ് പോലെ അവിടെ എവിടെയും കണ്ടാൽ എനിക്ക് പേടിയാവുക. എനിക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് അത് ഫുള്ളി എനിക്കറിയില്ല അതിൻ്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അത് ബോഡിയിൽ വേറെ എന്തെങ്കിലും ഹാം തരുന്നുണ്ടോ, ഒന്നും എനിക്കറിയില്ല. ഇതിനൊരു സയൻറ്റിഫിക് പ്രൂഫും എനിക്കില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ മാക്സിമം ഈ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കൺസംഷനിലോട്ട് ഞാൻ തിരിഞ്ഞെങ്കിലും എൻറ്റയർലി വെജിറ്റേറിയൻ എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഒക്കേഷണലി അങ്ങനെ കഴിക്കേണ്ടി വരാറുണ്ട്. ആ ദിവസം ഞാൻ ആയുർവേദ എടുക്കില്ല. പക്ഷേ ദിസ് ഹാസ് ബിൻ വൺ ഓഫ് ദ ലോങ്കസ്റ്റ് ടൈംസ് ദാറ്റ് ഐ ഹാവ് നോട്ട് സീൻ HS ഹാപ്പനിങ് ടു മീ അഗൈൻ. അപ്പം ഞാൻ ഒരിക്കലും HS പേഷ്യൻസിനോട് ഇന്ന ട്രീറ്റ്മെൻറ്റേ വർക്കാവുള്ളൂ എന്നുള്ള അഡ്വൈസ് അല്ല ഞാൻ തരുന്നത്. ഞാനതിനൊരു ഡോക്ടറല്ല. പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് HSും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക എന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുക. അപ്പം ഈ സ്വെറ്റ് ഗ്ലാൻസിനെ കൊണ്ടാണോ ഈ ഇഷ്യൂ, അതുകൊണ്ട് വേർക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡോക്ടേഴ്സ് എക്സസൈസും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നാൾ വർക്കൗട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഫാറ്റ്, നമുക്ക് ഭയങ്കര പ്രശ്നം വരും ഈ ഒരു അസുഖത്തിന് HSന്. അപ്പം ബോഡി ഫാറ്റ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ട്സ് ചെയ്യണം. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാം. ആ ഏരിയ എപ്പോഴും ഒരു 2-3 ടൈംസ് ഷവർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് ഉള്ളത്. അപ്പം അതൊക്കെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനാണ്. ഡിയോഡറൻസ് യൂസ് ചെയ്യാൻ പാടില്ല, ബോഡി റോൾ ഓൺസ് യൂസ് ചെയ്യാൻ പാടില്ല, പെർഫ്യൂംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഔട്ട്സൈഡ് യുവർ ക്ലോത്ത്സ് യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് ടു പീപ്പിൾ ഹൂ ആർ സഫറിങ് ഫ്രം HS. ആൻഡ് ഇഫ് യു ഹവ് റെക്കഗ്നൈസ്, അതായത് എൻ്റെ ഫ്രണ്ടിന് ഇപ്പോഴും അറിയില്ല അവൾക്ക് HS ആണെന്നുള്ളത്, പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണെങ്കിൽ, അതിൽ നമ്മളൊരു ചെറിയ കുരുവാണെന്ന് എഴുതി പിമ്പിളിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്ത് കളയുന്ന പോലെ ഒരിക്കലും നമ്മളിതിൽ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് എ പിമ്പിൾ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്മോൾ ലിറ്റിൽ സിസ്റ്റ്, ഇറ്റ് ഈസ് എ പ്രോപ്പർ ലീഷൻ. ഒരു ലംപാണ് അത്. ഫ്രം പീ സൈസ് മുതൽ ഇത്ര വലിയ സൈസ് വരെ വരാൻ സാധ്യതയുള്ള, മൾട്ടിപ്പിൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഇത് ഞാൻ എക്സ്ക്ലൂസീവ്ലി HS വേണ്ടി, ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഓഫ് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. പക്ഷേ 2 പേർക്ക് ഒരു ചെറിയ മാറ്റം, ഒരു വ്യത്യാസം, ഒരു ഇൻഫർമേഷൻ ഇതിലൂടെ കിട്ടിയെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമുള്ളൂ. ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് എ ഹോൾ ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ ടു ബിലീവ് മീ ഓർ ലുക്ക് അപ്പ് ടു മീ ഓർ നത്തിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ വേറെ എന്തെങ്കിലുമൊക്കെ അറിയണം, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. കൂടുതൽ
വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മേ ബി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റുമെങ്കിൽ എനിക്കതിൽ പ്രോപ്പർ അഡ്വൈസ് കിട്ടുമെങ്കിൽ പ്രൊഫഷണൽസിൽ നിന്ന് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.